നിരുവിന്റെ കൂട്ടുകാരെന്തൊക്കെ ചോദിച്ചു കൂട്ടുകാർ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ഞാനിത് കാണുന്നതുമാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്. VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗസ്റ്റ് 15 വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് നിരുവിന് മറ്റെന്താ ത്രിവർണ്ണ പതാക ഉണ്ടാക്കേണ്ട ഒരു അത് സ്കൂളിൽ എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാവർക്കും എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പതാക മാത്രമാണ് അവര് ചാർട്ട് തയ്യാറാക്കണം. അങ്ങനെ പതാക ഉണ്ടാക്കുന്നവർക്ക് പതാക ഉണ്ടാക്കാം, ചാർട്ടിൽ വരച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ പോസ്റ്റർ അങ്ങനെ കാര്യങ്ങള് അതല്ല. അപ്പൊ നിരു എന്താ ഉണ്ടാക്കാൻ പോന്നെ? ഞാനൊരു പതാകയാണ് ഉണ്ടാക്കാൻ പതാക, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക. അടിപൊളി. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്ട്. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള ബ്ലോഗ് വീഡിയോസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എന്താ വെച്ചാൽ അപ്പൊ നമുക്ക് ബ്ലോഗ് വീഡിയോസ് എടുക്കാൻ വേണ്ടി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസുകൾ നമ്മൾ ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മുന്നേ നമ്മൾ സുഡോക്ക പക്ഷി ഉണ്ടാക്കണ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കുട്ടികളുടെ ആനവര അത് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മള്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ ഇപ്പൊ ഇത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങ മഹോത്സവത്തിന്റെ, അതായത് നമ്മൾ ഗുരുവായൂർ മഞ്ചളത്ര മേളം അരങ്ങേറാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ വിഷ്വൽസ് എല്ലാം നമ്മൾ ഇടും. ആശാനാണ് നേതൃത്വം കൊടുക്കുന്ന മേളത്തിന് പ്രമാണിയായിട്ട്. വീഡിയോ ഇട്ടുണ്ട് നമ്മള്. പ്രാവശ്യം വീണ്ടും വരാൻ പോണ് ചിങ്ങം 1, അതായത് ആഗസ്റ്റ് 17 തീയതി. അതെ. അപ്പൊ അതിന്റെ നമ്മൾ വിഷ്വൽസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നിരുവിന്റെ കൂട്ടുകാരെന്തൊക്കെ ചോദിച്ചു കൂട്ടുകാർ ചോദിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോസ് ഇടാറില്ലല്ലോ, ബ്ലോഗ് വീഡിയോസ് ഒന്നും കാര്യങ്ങളൊന്നും ഇടാറില്ല. എന്താ കാരണം ചോദിച്ചു. അതിന്റെ തിരക്കിലേക്ക് പോകും. അപ്പൊ ബ്ലോഗിന്റെ കാര്യം അങ്ങനെ പോകും. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബ്ലോഗ് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോണ വെക്കേഷൻ ഒക്കെ വരുന്നപ്പോൾ നമ്മള് തകർത്ത് വീഡിയോസ് ഇടും. നമ്മള് കിടിലം വീഡിയോസ്. അതെ, അതെന്നുള്ള അടിപൊളിയായിട്ട് വീഡിയോസ് ഇടും. അപ്പൊ നമുക്ക് നമ്മുടെ നിരു സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ത്രിവർണ്ണ പതാക ഉണ്ടാക്കുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ പതാക നിർമ്മിക്കാനായിട്ട് അതിന്റെ അളവ് എന്ന് പറയുന്നത് 2:3 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. അപ്പൊ 2:3 എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 18 സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 27 സെന്റിമീറ്റർ അടിഭാഗത്തുള്ള വീതിയാണ് എടുത്തിരിക്കുന്നത്. ആ രീതിക്കാണ് പതാക നിർമ്മിക്കുന്നത്. അളവുണ്ട്. അളവുണ്ട്. ആ ഒരു രീതി 2:3 എന്ന് പറയുന്നത് വെച്ചാൽ 2ന്റെ ഗുണനപ്പട്ടികയും 3ന്റെ ഗുണനപ്പട്ടികയും 2:3 2 സെന്റിമീറ്റർ, ഇവിടുന്ന് കിട്ടും 3 സെന്റിമീറ്റർ. അപ്പൊ ഇത് ചെറിയ കൊടി. അപ്പൊ വലിയ കൊടി ആകുമ്പോ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ അങ്ങനെ പോകും. അങ്ങനെയാണ് വലിയ വലിയ കൊടി ഉണ്ടാകും. അങ്ങനെയാണ് അതിന്റെ അളവ്. അങ്ങനെയാണ് ഞാനിപ്പോ കൃത്യമായിട്ട് ഇവിടെ വരച്ച് ഇങ്ങനെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അത് നമുക്കത് പച്ചയും വെള്ളയും മഞ്ഞയിലേക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് ഓറഞ്ച് തെറ്റ് മഞ്ഞല്ല ഓറഞ്ച്. നമുക്ക് പച്ച പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം 6 സെന്റിമീറ്ററില്. അപ്പൊ നമുക്ക് ഓറഞ്ച് കട്ട് ചെയ്യാം. ഓറഞ്ച് കളർ ഓറഞ്ച് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഗ്രീനും കിട്ടി, ഓറഞ്ചും അതുപോലെ പച്ചയും കിട്ടി. അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണിത്, പച്ച ഓറഞ്ച്. അപ്പൊ നമ്മളിത് ഇതിലേക്ക് ഒട്ടിക്കാണ് ചെയ്യുക 2 സൈഡും. നമുക്കിതൊന്ന് ഒട്ടിക്കാം. നമ്മളടിയിലത്തെ ഒട്ടിച്ചു പച്ച. നമുക്കിനി മുകളിൽ നമുക്ക് ഇടാൻ മതി. ഓറഞ്ച് ഒട്ടിക്കാം. അങ്ങനെ അതും ഒട്ടിച്ചു. പിന്നെ നമുക്ക് ഇതിന് അപ്പുറത്തെ ഭാഗം ഒട്ടിക്കാം. അപ്പൊ നമ്മളിതാ ചെയ്തിട്ടുണ്ട്. ഇതാണ് 2 സൈഡും ഓറഞ്ച് മുകളിലും. പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ,
ഓറഞ്ച് മുകളിലും പച്ച അടിയിലായിട്ട്. അടുത്തായിട്ട് നമ്മൾ അശോക ചക്രമാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. 24 സ്പോക്സ് ആണ് അതിന്. 24 വട്ടത്തിനകത്ത് 24 നമുക്കത് ചെയ്യാം. അപ്പോൾ അശോക ചക്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. 24 നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ 4 24 പകുതി വയ്ക്കാൻ മതി, 12 വരെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് വരയ്ക്കുക, വരയ്ക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡും പച്ചയും ഓറഞ്ചും ഒട്ടിച്ച് നടുക്ക് അശോകചക്രം വരച്ചിട്ടുണ്ട്. 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദേശീയ പതാക. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നിരു ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രിവർണ്ണ പതാക ഉണ്ടാക്കി. ത്രിവർണ്ണ പതാകയ്ക്ക് 3 കളറുകളാണല്ലോ. അപ്പൊ ഈ 3 കളറിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇതിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ കളറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധിയുടെയും ആത്മീയതയുടെയാണ് കേട്ടോ. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന കളറ്. അതുപോലെ തന്നെ സെൻട്രലിൽ കാണിച്ചിരിക്കുന്ന ഈ കളർ എന്ന് പറഞ്ഞാല് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ സത്യത്തിന്റെയുമാണ് കേട്ടോ. പിന്നെ ഈ അടിയിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ഫലപുഷ്ടതത്തിന്റെയും ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സെൻട്രലിൽ കാണിച്ചിരിക്കുന്ന അശോക ചക്രം ഉണ്ട്. അത് നീല കളറിൽ അശോക ചക്രം. അത് കാണിക്കുന്നത് നീതിയുടെയാണത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പതാകയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ പതാക എന്ന് പറയുന്നത്. അത് ആഗസ്റ്റ് 15 മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ കൊടി, നമ്മുടെ ഇന്ത്യയുടെ കൊടി, ത്രിവർണ്ണ പതാക. ഒരു ഡേറ്റ് ഉണ്ട്, കോലൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിക്കാൻ പാകത്തത്. ഇത് ഇതാട്ടാ ഈ നമ്മുടെ ഇതില്ലേ ഈർക്കിലാണ്, അതിനോട് കൂടെ പേപ്പർ കിട്ടിയത്. കാറിൽ പോകുന്ന മന്ത്രിമാരൊക്കെ ഉണ്ട്. അതല്ലേ, അടിപൊളിട്ടാ, സൂപ്പറായിട്ട്. അപ്പൊ അത് നിരുവിനെ കുറിച്ച് ഒരു കാര്യം പറയാന്ന് വെച്ചെങ്കില് ഒരു 4ാം ക്ലാസ് മുതൽ അല്ലേ, 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ ഇങ്ങനെയുള്ള സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വരും. മറ്റേ എന്താ പറയുക, ഹിരോഷിമ, അതുപോലെ തന്നെയാണ് ഓണം സെലിബ്രേഷൻ, ഓണത്തിന്റെ, പിന്നെ ക്രിസ്മസിന്, അങ്ങനെ ഓരോ സംഭവത്തിനും അല്ലേ. അതുപോലെ തന്നെ ഈ മറ്റേ ഈ റോക്കറ്റ് ഉണ്ടാക്കിയില്ലേ, അത് നമ്മുടെ ഈ നാസയുടെയും ISROടെ പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ ഇത് വരില്ലേ, എന്താ പറയാ, ഈ ഭൂമിയൊക്കെ വരച്ചിട്ട് അത് വേൾഡ് എൻവയോൺമെന്റ്. അങ്ങനെ ഈ വക കംപ്ലീറ്റ് കാര്യത്തിനും ഈ സംഭവങ്ങൾ ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാനത് കാണുന്നതാണത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ 10ാം ക്ലാസ്സിലെത്തിയിട്ടും പുള്ളിക്കാരൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇന്ന് പതാകയും കാര്യങ്ങളൊക്കെയാണ്, സ്വാതന്ത്ര്യദിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഇന്ന് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതാണിത്. നാളെ 14-ാം തീയതിയാണ് കൊടുക്കേണ്ടത്. നാളെ 14-ാം തീയതി, നാളെ തന്നെയാണ് വീഡിയോ വരിക. അതെ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.